സന്തോഷത്തോടെയാണ് ഞാനിന്നിവിടെ ആയിരിക്കുന്നത്. കാരണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ സന്തോഷത്തോടെയും നന്ദിയോടെ അല്ലാതെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുകയില്ല. ദൈവം ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ ദിവസം മുതൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതൊരു നേർച്ച കൺവെൻഷനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേർച്ച നേരുവാനിടെ ആ സാഹചര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളാം. എത്രത്തോളം എനിക്കത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം കണ്ണുനീരിലും വേദനയിലും കൂടെ ഞങ്ങളുടെ കുടുംബം കടന്നുപോയി. എങ്കിലും വചനം പറയുന്നത് പോലെ സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിപ്പാൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തത് വിവരിപ്പാൻ ഇപ്രകാരം ഒരവസരം ഒരുക്കിയ ദൈവത്തിൻ്റെ കൃപകളോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് 2 വയസ്സായി. പ്രിയ പൈതലിന് 1.5 വയസ്സുള്ളപ്പോൾ കഴിഞ്ഞ ഈ 2024 സെപ്റ്റംബർ മാസം പ്രാരംഭത്തിൽ ഞങ്ങളുടെ കുഞ്ഞിന് ന്യൂമോണിയ ബാധിക്കപ്പെട്ടു. പ്രാരംഭത്തിൽ ജലദോഷം പനിയായിട്ടൊക്കെയാണ് കടന്നു വന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ പനിക്കും ജലദോഷത്തിനൊക്കെയുള്ള മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ കുറഞ്ഞു. അതിനുശേഷം അതിന് ചുമയുടെ അസ്വസ്ഥത കടന്നു വന്നു. അപ്പം ഞങ്ങൾ സാധാരണ എപ്പോഴും കാണിക്കാറുള്ള ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ അതിനുശേഷം ഓരോ ദിവസം കഴിയുന്തോറും പൈതലിൻ്റെ ശരീരം വളരെയധികം ക്ഷീണിച്ചു. അവൾ ആഹാരമൊന്നും കഴിക്കാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും പൈതൽ വെള്ളം പോലും കുടിക്കാത്തൊരവസ്ഥ പൈതലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചത്തോളം എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ ഓരോ ദിവസം കൊണ്ടുപോകുമ്പോഴും ഡോക്ടർ ഓരോ ദിവസം ഓരോ മരുന്നുകളൊക്കെ മാറി മാറി ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഏറ്റവും ഡോസ് കൂടിയ മരുന്ന് വരെ ചുമയ്ക്കും ഇതിനു വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ദിവസം ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് ഏറ്റവും ഡോസ് കൂടിയ മരുന്ന്, ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഈ മരുന്ന് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി, തനിയെ ക്രമേണ കുറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ഷീണവും അത് പനിയുടെയാണ്, അതും അങ്ങനെ ക്രമേണ കുറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു മറുപടിയിൽ തൃപ്തിയായില്ല. കാരണം ഒരുപാട് ദിവസം കൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഉറങ്ങാത്ത രാത്രികൾ, കുഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ഡോക്ടറിൻ്റെ മറുപടി ഞങ്ങൾക്കത് തൃപ്തികരമായിട്ട് തോന്നിയില്ല. അപ്പം ഞങ്ങളുടെ ആ ഒരു തൃപ്തിയില്ലായ്മ അത് ഞങ്ങളുടെ മുഖത്തും പ്രകടമായി. അപ്പോൾ ഡോക്ടർ അത് ശ്രദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭവനത്തേക്ക് വരാനായിട്ട് എഴുന്നേറ്റ് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു, അവസാന സ്റ്റെപ്പ് എന്നോളം നമുക്ക് ഒരു എക്സ്റേ കൂടെ എടുത്ത് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിൻ്റെ റൂമിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിന് ആ ഒരു റിപ്പോർട്ട് കിട്ടി. അദ്ദേഹം ആ റിപ്പോർട്ട് കണ്ട ഉടനെ തന്നെ ആശുപത്രിയിലെ ജീവനക്കാരോട് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള റെഫറിങ് ലെറ്റർ എഴുതാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ എക്സ്റേ റിപ്പോർട്ട് വാങ്ങിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു, കുഞ്ഞിൻ്റെ നെഞ്ചിൽ കഫമുണ്ട്, നിങ്ങൾ നല്ലൊരു പീഡിയാട്രീഷ്യനെ കാണിക്കണമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ന്യൂമോണിയ ആണോ എന്നൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പാറശാല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ കടന്നുപോയി ഞങ്ങൾ ആ ഒരു എക്സ്റേയും ഡോക്ടറിനെ കാണിച്ചു, കുഞ്ഞിനെയും കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ന്യൂമോണിയ ആണ്. എന്നിട്ട് അവളുടെ ശരീരത്തിൽ അതിൻ്റെ ഓരോരോ ലക്ഷണങ്ങളും ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നു. അവളുടെ മൂക്കിലുണ്ടാകുന്നൊരു വൈബ്രേഷൻ, അവളുടെ ബ്രീത്തിങ് സ്പീഡ്, അതൊക്കെ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം പ്രയാസം തോന്നി. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ട് കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞില്ല. കാരണം ശ്വാസം മുട്ടുന്ന ആ ഒരു രീതിയിലുള്ള വലിവൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് അറിയാവുന്നവരെ ഞങ്ങൾ അറിയിച്ചതുമില്ല. അപ്പം ഞങ്ങളത് വളരെയധികം ഭാരപ്പെട്ടു. അപ്പോൾ ഡോക്ടർ അവിടെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. ന്യൂമോണിയയ്ക്ക് വേണ്ടി എന്നുള്ള ആൻറ്റിബയോട്ടിക്സൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ ആ ഒരു ക്ഷീണം, അത് അവൾ എഴുന്നേറ്റൊന്നും ഇരിക്കില്ല, ഭയങ്കര ക്ഷീണമാണ്. ആ ക്ഷീണത്തിന് ഒരു മാറ്റവും ഓരോ ദിവസം കഴിയുന്നതോറും ഒരു മാറ്റവും. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വളരെ ക്ഷീണിച്ചു, അതിനുവേണ്ടി ക്ഷീണത്തിനുള്ള ഒരു ട്രിപ്പ് കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, കാരണം ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് അവളുടെ ആ ഒരു ക്ഷീണം കാണുമ്പം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും അരമണിക്കൂർ മാത്രം കുറേശ്ശെ അങ്ങനെ അതിനുള്ള ക്ഷീണത്തിനുള്ള ട്രിപ്പ് കൊടുത്തു. എന്നാൽ അത് കൊടുത്തൊരു അരമണിക്കൂർ മാത്രം കുഞ്ഞിനൊരു ചെറിയൊരു വ്യത്യാസം തോന്നും, പിന്നെയും അത് പഴയ അവസ്ഥ തന്നെ. അങ്ങനെ ആ സമയത്ത് കുഞ്ഞിൻ്റെ സാച്ചുറേഷൻ ലെവൽ വളരെയധികം കുറഞ്ഞു. കാരണം 98 വേണ്ടുന്നതാണ്. പക്ഷേ അവളുടെ സാച്ചുറേഷൻ ലെവൽ 60-70 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. അതൊക്കെ വളരെ അപകടമായിരുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവൾ തുടങ്ങി. അതുപോലെ തന്നെ അവളുടെ ബ്രീത്തിങ് സ്പീഡ്, അതായത് അവൾ ശ്വസിക്കുന്ന ആ ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ലെവലിനേക്കാളും ഡബിളായിരുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് പൈതൽ ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്സിജൻ മാസ്ക്
നിർബന്ധമായിട്ടും ഉപയോഗിക്കണമായിരുന്നു. പക്ഷേ അവൾ കുഞ്ഞായിരുന്നുകൊണ്ട് ഓക്സിജൻ മാസ്ക് ഒന്നും അവൾ മുഖത്ത് വയ്ക്കില്ല. ഡോക്ടേഴ്സൊക്കെ പല രീതിയിലൊക്കെ അതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചു, പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം ഞങ്ങൾ ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുത്തു. പക്ഷേ അതൊന്നും പോരായിരുന്നു. ന്യൂമോണിയ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 24 hours മാസ്ക് വെച്ചിരിക്കണമായിരുന്നു. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, പക്ഷേ അതൊന്നും കുറയുന്നില്ല. ഈ മാസ്ക് വയ്ക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ബ്രീത്തിങ് സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്ങനെയെങ്കിലും അത് വെപ്പിക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലൂടെ റെഫർ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും 2ാമത്തെ ദിവസം അവർ വീണ്ടും എക്സ്റേ എടുത്തു. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് ഞാനിങ്ങനെ എക്സ്റേ ആയിട്ട് ഡോക്ടറിൻ്റെ മുറിയിൽ പോയി. അദ്ദേഹം എക്സ്റേ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞിൻ്റെ നില മോശമാണ്. കാരണം നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന ആ എക്സ്റേയിൽ ന്യൂമോണിയയുടെ ആരംഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ എക്സ്റേ എനിക്കിങ്ങനെ കാണിച്ചു തന്നു. അദ്ദേഹം 2 ലങ്സും ഫുള്ളായിട്ട് ഇൻഫെക്റ്റഡായി, 2 ശ്വാസകോശവും മൊത്തത്തിൽ ആ ഒരു കഫം നിറഞ്ഞു. അത്രത്തോളം ന്യൂമോണിയ ബാധിക്കപ്പെട്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ബ്രീത്തിങ് സ്പീഡും നോർമൽ ആവാത്തത് കൊണ്ട് പൈതലിന് ശ്വാസം മുട്ട് വരും, അത് വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ചെയ്തുകൊണ്ടിരുന്ന ആൻറ്റിബയോട്ടിക്സ് മാറ്റി വേറെ ആൻറ്റിബയോട്ടിക്സ്, കുറച്ചുകൂടി ഡോസ് കൂടി ആൻറ്റിബയോട്ടിക്സ് അവർ ചെയ്യാനായിട്ട് നോക്കി. എന്നാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി ഞാനും ഞങ്ങളെ ഹസ്ബൻഡും എൻ്റെ അമ്മയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും ഞങ്ങളായിരുന്ന ആ മുറിയിൽ കൈകോർത്ത് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ചൊന്നും മറുപടി ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. കുഞ്ഞിൻ്റെ അവസ്ഥ ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വളരെയധികം ഹൃദയനുറുക്കത്തോടെ ഞങ്ങൾ കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾക്കിനി മറ്റൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഇടവരുത്തരുതേ എന്നൊക്കെ ദൈവസന്നിധിയിൽ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും അവർ നോക്കിയിട്ട് അവർ ബ്രീത്തിങ് സ്പീഡ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്താലേ ന്യൂമോണിയയുടെ പനി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, എന്തായാലും കുഞ്ഞ് മാസ്കും വയ്ക്കുന്നില്ല, അപ്പോൾ കുഞ്ഞുങ്ങളെ മാത്രം നിങ്ങൾക്ക് SITയിലോട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ്. കാരണം കുഞ്ഞുങ്ങൾ മാത്രം നോക്കുന്നതായതുകൊണ്ട് അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകും, നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം, വെച്ചുകൊണ്ടിരിക്കരുതെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. എങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു, സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാര്യങ്ങളൊക്കെയും ഞങ്ങൾക്കറിയാവുന്ന ദേവദാസന്മാരും ഒക്കെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഞായറാഴ്ച ഒരു 10-11 മണിയാകുന്ന സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിലൊരു പ്രത്യേകത, ഒരു മാറ്റം ഞങ്ങൾ അനുഭവിച്ചു. കാരണം അവൾ അന്ന് വരെ എഴുന്നേറ്റിരിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് അവൾ എഴുന്നേറ്റിരുന്നു. മൂത്ത കുഞ്ഞിനൊപ്പം അവൾ കളിക്കാൻ തുടങ്ങി. അതുവരെ ആഹാരം കഴിക്കാത്ത കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് 2 വാ കഞ്ഞിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും സന്തോഷമൊക്കെ തോന്നി. ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞിൻ്റെ രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറി. കാരണം ഞങ്ങൾക്ക് ന്യൂമോണിയെക്കുറിച്ചൊന്നും അറിയില്ല, അത് ക്രമേണയാണ് മാറുന്നതെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും കുഞ്ഞിന് മാറി സുഖമുണ്ടെന്നൊക്കെയും വിചാരിച്ച് ഞങ്ങളിങ്ങനെ ആശ്വസിച്ചു. ഇനിയിപ്പം SITയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കൊണ്ടുപോയി കഴിഞ്ഞാലും, കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ, അവളുടെ ഒരു ശരീരത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അവൾക്ക് രോഗം ഉണ്ടെന്ന് പോലും തോന്നില്ല. ആ ഒരു രീതിയിലുള്ള മാറ്റം അവളുടെ ശരീരത്തിൽ ഞങ്ങൾ അതറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇങ്ങനെ പരസ്പരം പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, SITയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരിങ്ങ് വെറുതെ വീട്ടിൽ വിടും, മരുന്നെങ്ങാനും നിന്ന് വീട്ടിൽ വിടും, ഒരിക്കലും അഡ്മിറ്റ് ചെയ്യൂല. കാരണം അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു രോഗിയെന്ന് പോലും പറയൂല. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡോക്ടർ റെഫറിങ് ലെറ്റർ കൊണ്ടുവന്നു, SITക്ക് റെഫർ ചെയ്ത ലെറ്റർ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ എന്തായാലും റെഫറിങ് ലെറ്റർ എഴുതിയത് കൊണ്ട് ഞങ്ങൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞതുപോലെ പല ഹോസ്പിറ്റലിൽ നിന്നൊക്കെയും സീരിയസ് എന്നൊക്കെയും പറഞ്ഞ് എഴുതി വിടുന്ന കേസുകളും പലതും SIT പോകുന്ന സമയത്ത് അവർ ജസ്റ്റ് മരുന്ന് കൊടുത്ത് വീട്ടിൽ വിടും. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ അതായിരിക്കും എന്നൊക്കെ ഞങ്ങൾ കരുതി മനസ്സിലൊരു ആശ്വാസത്തോടെയാണ് ഞങ്ങൾ SITയിലോട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ കാറിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. കാരണം അത്ര ഒരു സീരിയസ് കേസല്ല. ഞങ്ങൾ ആ ഒരു ലാഘവത്തോടെ തന്നെയാണ് ഞങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ OPയിൽ കാണിച്ചാൽ വളരെ ലേറ്റ് ആകും. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വരാനുള്ളത് കൊണ്ട് ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ കാണിച്ചു. അങ്ങനെ കുഞ്ഞിനെ കാഷ്വാലിറ്റിയിൽ കയറ്റി. അപ്പോൾ കഴിഞ്ഞ 2 എക്സ്റേയും അവിടുത്തെ ഡോക്ടേഴ്സ് കണ്ടു. കുഞ്ഞിനെയും അവിടുത്തെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവർ മെയിൻ ഡോക്ടറെ വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കുഞ്ഞിനെ ചെക്ക് ചെയ്തിട്ട് അവരിങ്ങനെ മറ്റേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞിൻ്റെ നില വളരെ ഗുരുതരമാണ്, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ക്രിട്ടിക്കൽ ICUയിലേക്ക് മാറ്റണം എന്നിങ്ങനെ അവരിങ്ങനെ പരസ്പരം പറയുന്നത് ഞാനിങ്ങനെ എൻ്റെ ചെവിയിൽ കേട്ടു.
ഞാൻ ആ സമയത്ത് വളരെയധികം പേടിച്ചു. കാരണം ഞങ്ങൾ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുഞ്ഞിന് വലിയൊരു മാറ്റമുണ്ട് എന്നൊക്കെയും ചിന്തിച്ച് ഞങ്ങളൊരു നല്ലൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടറിൻ്റെ വായന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടത്. അപ്പം പ്രിയപ്പെട്ടവനിങ്ങനെ പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിനകത്ത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഡോക്ടേഴ്സ് കുഞ്ഞിനെ ഐസിയിലാക്കി വന്നു എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പലതും ഭാരപ്പെട്ടു. പിന്നെ അങ്ങനെ അവർ ഉടനെ തന്നെ കുഞ്ഞിന് ഓക്സിജൻ്റെ മാസ്കൊക്കെ വെച്ചു, വേറൊക്കെ കണക്ട് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ പാറശാല ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവൾ ഓക്സിജൻ്റെ ട്യൂബൊന്നും വെക്കില്ല, വളരെ കരച്ചിലൊക്കെ ആയിരുന്നു അതൊക്കെ വെക്കുന്ന സമയത്ത്. പക്ഷേ അവിടെ പോയപ്പോൾ എന്തെന്നറിയില്ല, അവൾ ട്യൂബൊക്കെ കണക്ട് ചെയ്ത സമയത്ത് അവൾ ഒന്നിനോടൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ അവൾ ആ രീതിക്ക് അവശ്യ നിലയിലൊന്നും അല്ല, നല്ല ആരോഗ്യത്തോടെ തന്നെയായിരുന്നു. എന്നിട്ടും അതൊക്കെ സെറ്റ് ചെയ്ത വയറും അതൊക്കെ കാര്യങ്ങളൊക്കെ അവളുടെ ശരീരത്തിൽ വെച്ചപ്പോഴും അവൾ ഒന്നിനോടും അങ്ങനെ പ്രതികരിച്ചൊന്നുമില്ല, അങ്ങനെ എടുത്ത് മാറ്റുകയോ. കുഞ്ഞൊരു വിവേകത്തോടു കൂടെ പെരുമാറുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആ സമയത്ത് ഒരു ഓക്സിജൻ മാസ്കൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കുഞ്ഞിനെ ക്രിട്ടിക്കൽ ICUയിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞ് ക്രിട്ടിക്കൽ ICUയിലായിരുന്നു. ആ സമയത്തൊക്കെ വളരെയധികം കടുത്ത പനിയൊക്കെ പൈതലിൻ്റെ ശരീരത്തിൽ കടന്നു വന്നു. ICUയിലായതിനു ശേഷം വീണ്ടും കുഞ്ഞിൻ്റെ നില വളരെ മോശമായി. ഞങ്ങൾ കാണാത്ത രീതിയിലൊക്കെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പൈതൽ വളരെയധികം ക്ഷീണത അവസ്ഥയിലോട്ട് കടന്നുപോയി. കടുത്ത പനിയൊക്കെ പൈതൽ വന്നു. 105 ഡിഗ്രിക്കൊക്കെ മുകളിൽ പനി വന്നു. പൈതൽ പനി വരുന്ന സമയത്ത് അവൾ നല്ലോണം വിറയ്ക്കും, കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാനതിനകത്ത് ഒറ്റയ്ക്കായിപ്പോയി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലും അത് ആദ്യത്തെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ജീവിതമായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ദൈവസന്നിധിയിലൊക്കെ പ്രാർത്ഥിച്ചു. കാരണം ആശ്വാസത്തിന് ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥ. ഞാൻ കുഞ്ഞിൻ്റെ അവസ്ഥകളൊക്കെ കണ്ട് ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ തളർന്നു പോകുന്ന പോലെയൊക്കെ തോന്നി. എന്നെക്കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ജീവിതത്തിൽ വന്നു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ കൂടെ തളർന്നു പോയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം നിൽക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ താങ്ങിക്കൊള്ളണേ, ശക്തീകരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ കുഞ്ഞങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞ് പിന്നെ വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് വന്നു. അവൾ വിളിച്ചാൽ പോലും വിളി കേൾക്കാത്തൊരവസ്ഥ, കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയതിന് ശേഷം അവർ അടുത്ത ദിവസം ഡോക്ടേഴ്സ് രണ്ടുപേരും കൂടെ ഞങ്ങളെ രണ്ടുപേരെയും ഒരു കൗൺസിലിംഗ് റൂമിലേക്ക് ഇങ്ങനെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരെയും കൗൺസിലിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞിൻ്റെ അവസ്ഥ, ഇത് സാധാരണ ന്യൂമോണിയ അല്ല കുഞ്ഞിനെ ബാധിക്കപ്പെട്ടിരിക്കുന്നത്, സിവിയർ ന്യൂമോണിയാണ്, പ്രോഗ്രസീവ് ന്യൂമോണിയാണ്. അതായത് ആദ്യം 4-ാം തീയതിയിലത്തെ എക്സ്റേയിൽ കുഞ്ഞിനത് ന്യൂമോണിയയുടെ ആരംഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 6-ാം തീയതിയിലത്തെ എക്സ്റേയിൽ അത് 2 ലങ്സും ഫുള്ളായിട്ട് ഇൻഫെക്റ്റ്, അത്രത്തോളം സെക്കൻഡ് ബൈ സെക്കൻഡ്സ് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രത്തോളം ഗുരുതരമാണ്, നിങ്ങൾക്കത് അറിയാമായിരിക്കുമല്ലോ എന്ന് ഞങ്ങളടുത്ത് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അവരെ ഏറ്റവും കൂടിയ ആൻറ്റിബയോട്ടിക്സ് തന്നെയാണ് കൊടുക്കുന്നത്, എന്നാലും ഇതുവരെയും ചെയ്ത മരുന്നുകളോടൊന്നും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരം പ്രതികരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുടെ വാക്കൊന്നും ഞങ്ങൾ പറയാൻ കഴിയില്ല എന്ന് ഞങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഇനി കുഞ്ഞിന് ശ്വാസം മുട്ട് എൻ്റെ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ വെൻറ്റിലേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ വല്ലാത്തൊരു വേദനയിലൂടെ കടന്നുപോയി. ഞങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷമൊക്കെ അത് പറയാൻ എനിക്കറിയില്ല. കർത്താവ് ഞങ്ങൾ ആ സമയത്ത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ദൈവവചനം ഞങ്ങളെ താങ്ങി, ഞങ്ങൾ തളർന്നു പോകാതെ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തി. ആ സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒന്നിലധികം നേർച്ചകൾ നേരുവാനിടയായി. കാരണം വൈദ്യശാസ്ത്രമൊക്കെ അവർ ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കൈയൊഴിഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ കൈയൊഴിഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയം വഹിച്ചു. ദൈവസന്നിധിയിൽ നേർച്ചകളൊക്കെ നേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സഹകരിപ്പാൻ അനേക ഇടങ്ങളിലുള്ള ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവരെയൊക്കെ ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ അവസാനം നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തേക്ക് ഉയർന്നു. സ്വർഗം തുറന്ന് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി വിടുതൽ അയച്ചു. അങ്ങനെ ഡോക്ടർ പിറ്റേ ദിവസം ഞങ്ങളെടുത്ത് പറഞ്ഞു, ഇന്ന് ഒരു എക്സ്റേ കൂടെ നമുക്ക് എടുത്തു നോക്കാം, അപ്പോൾ അതിന് വേണ്ടുന്ന ബോർഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടന് എക്സ്റേ എടുക്കുന്നുള്ള ബോർഡ് വാങ്ങിച്ച് ഇങ്ങനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ ബോർഡ് വാങ്ങിച്ചിട്ട് അതിലൊരു നിമിഷം ഞാൻ ആ ബോർഡിൽ കൈവച്ചു. കർത്താവേ, ഈ ഒരു എക്സ്റേ എടുക്കുമ്പോൾ അതിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞാനത് ഡോക്ടറിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവർ എക്സ്റേ എടുത്തിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഞാൻ ആ റൂമിലുണ്ടായിരുന്ന ഡോക്ടറിൻ്റെ കയ്യിൽ പെട്ടെന്ന് കൊണ്ടു കൊടുത്തു. അത് അസിസ്റ്റൻ്റ് ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയോടെ പറഞ്ഞു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, മാറ്റമുണ്ടല്ലോ എന്നിങ്ങനെ എന്നോടത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത, കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന, കുഞ്ഞിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പോസിറ്റീവ് വാക്കാണത്.
അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസവും, ഞാൻ അറിയാതെ ആനന്ദ കണ്ണുനീരൊഴുക്കി അറിയാതെ എൻ്റെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ സ്തുതിച്ചു. കാരണം അങ്ങനെ ഒരു വാക്ക് കേട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹം കേട്ടതിൽ ഒതുങ്ങി നിന്നില്ല. ഞാൻ വീണ്ടും അവിടെ അതിന് മുകളിലുള്ള ഡോക്ടറിനെ വീണ്ടും ഉടനെ തന്നെ കൊണ്ട് ആ എക്സ്റേ കാണിച്ചു. അവരും അതുപോലെ പറഞ്ഞു. ഞാൻ കുറഞ്ഞ 3-4 ഡോക്ടേഴ്സിനെ കാണിച്ചു. കാരണം അവർ പറഞ്ഞതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല കാണിച്ചത്, കാരണം അവരാണ് ഒരു പ്രതീക്ഷയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ സ്ഥാനത്ത് കർത്താവ് പ്രവർത്തിച്ച്, അപ്പോൾ അത് അവരുടെ വായിൽ നിന്ന് എന്നെ കേൾക്കാൻ അതൊരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ 3-4 ഡോക്ടർമാരെ ഞാൻ എക്സ്റേ കൊണ്ടുപോയി കാണിച്ചു. അവരുടെ വായന ആശ്വാസവാക്കുകളൊക്കെ കേട്ട് ദൈവത്തെ ഞങ്ങൾ സ്തുതിച്ചു. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ 2-3 ദിവസമൊക്കെ ഞങ്ങൾ ക്രിട്ടിക്കൽ ICU തന്നെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ സെമി ICUയിലേക്ക് മാറ്റി. ക്രിട്ടിക്കൽ ICUയിൽ നിന്ന് സെമി ICUയിലേക്ക് കുഞ്ഞിനെ മാറ്റി. അവിടെ മാറ്റിയപ്പോഴത്തേക്ക് ഒരു ആശ്വാസം തോന്നി. കാരണം ഒരുവിധമെങ്കിലും രോഗം ഭേദപ്പെട്ടവരെയാണ് അവർ സെമി ICUയിലേക്ക് മാറ്റുന്നത്. അപ്പം ഞങ്ങളുടെ കുഞ്ഞിന് അതൊരു മാറ്റമുള്ളത് കൊണ്ടാണ് അവരെ മാറ്റിയതെന്നുള്ളൊരു ആശ്വാസത്തിൽ ഞങ്ങൾ സെമി ICUയിലേക്ക് കടന്നുപോയി. പക്ഷെ അവിടെ കടന്നുപോയപ്പോഴും ഞാൻ കണ്ട കാഴ്ച, അവിടെ നിന്നും പല കുഞ്ഞുങ്ങളെയും ക്രിട്ടിക്കൽ ICUയിലേക്ക് തിരിച്ചു മാറ്റുന്നതൊക്കെ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ വീണ്ടും ഭാരപ്പെട്ടു. എങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനും സെമി ICUയിലായിരുന്നപ്പോഴും പനിയുടെ അസ്വസ്ഥയും കടന്നു വന്നു. പക്ഷെ അതൊന്നും മൂർധന്യ അവസ്ഥയിലൊന്നും വന്നില്ല. ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അനേക അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പുറമേയൊക്കെ ഒരുപാട് ശക്തിയൊക്കെ ക്ഷയിച്ച് ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അകമേ ഞങ്ങൾക്ക് ഒരുപാട് വചനങ്ങൾ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തി. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അങ്ങനെ അനേക വചനങ്ങൾ ഞങ്ങൾ ആശ്വസിപ്പിച്ചു. അങ്ങനെ ദൈവം ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തി. അതിനുശേഷം കുഞ്ഞിന് ഓരോരോ ദിവസങ്ങൾ കഴിയുന്തോറും കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാറ്റമൊക്കെ കാണാൻ തുടങ്ങി. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ തുടങ്ങി. അത് ഓരോ ദിവസത്തും കുഞ്ഞിൻ്റെ ആ ഒരു മാറ്റം കാണുമ്പോൾ ഞാൻ പൈതൽ ആ ഒരു ക്രിട്ടിക്കൽ ICUയിലായിരുന്ന അവസ്ഥയിൽ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും കർത്താവിനെ സ്തുതിക്കും. കാരണം അന്നായിരുന്ന അവസ്ഥയും ഇപ്പോൾ അവൾ ഇരിക്കുന്ന അവസ്ഥയെ നോക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ ഞാൻ അങ്ങനെ എത്രത്തോളം സ്തുതിച്ചു. അങ്ങനെ വീണ്ടും അനേക ദിവസങ്ങൾ ഞങ്ങൾ സെമി ICUയിലായിരുന്നു. അതിനുശേഷം വാർഡിലോട്ടാക്കി. അങ്ങനെ മൊത്തം 20 ദിവസത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല. ഞങ്ങൾ മാത്രം വൈദ്യശാസ്ത്രം വരെയും ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചു. എനിക്ക് ഉറപ്പോടെ നല്ല ധൈര്യത്തോടെ പറയാൻ കഴിയും, ഇത്രത്തോളം പ്രാർത്ഥന കേൾക്കുന്ന, നിലവിളി കേൾക്കുന്ന ഒരു ദൈവവും ഈ ഭൂമിയിലില്ല. അത് ഈ ഒരു സംഭവത്തിൽ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വചനത്തിലൂടെ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചു. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞാണ് രോഗിയായിട്ട് ആശുപത്രിയിൽ കിടന്നതെങ്കിലും അതിനേക്കാളും രോഗി അവളുടെ പപ്പ പ്രിയപ്പെട്ടവനായിരുന്നു. അതിനേക്കാളും രോഗി. കാരണം അവൾ ഹോസ്പിറ്റലായ നിമിഷം മുതൽ പ്രിയപ്പെട്ടവൻ തളർന്നു. വളരെയധികം തളർച്ചയുടെ പ്രയാസത്തിലായിരുന്നു. ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. കാരണം SIT ഹോസ്പിറ്റലിൽ പുറത്ത് തനിച്ച് നിന്നിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പ്രിയപ്പെട്ടവന് ഞങ്ങൾക്കൊരു ഭക്ഷണം വാങ്ങിക്കാൻ പോകാനോ കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാൻ പോകാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു. കാരണം താന് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒത്തിരി തളർന്നു പോയി. ഞങ്ങളും വളരെയധികം ഭാരപ്പെട്ടു. പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും ആകുമോ എന്നൊക്കെ പേടിച്ച് ഞാൻ ക്രിട്ടിക്കൽ ICUയിലായിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ യഥാർത്ഥ അവസ്ഥകളൊന്നും ഒരു അവസ്ഥ പോലും ഞാൻ പുറത്ത് പറഞ്ഞില്ല. കാരണം പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും ആകുമോ എന്നുള്ള പേടിച്ച് ഒരു കാര്യങ്ങളും ദൈവസേനയിൽ പറഞ്ഞില്ല. എന്നാലും പ്രിയപ്പെട്ടവൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. പക്ഷേ പ്രിയപ്പെട്ട ഞാൻ ആശുപത്രിയിലും ആളില്ലാത്ത സ്ഥലത്തൊക്കെ ഒഴിഞ്ഞു പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. കാരണം ഈ ഭൂമിയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥതയോടെ കണ്ണുനീരൊക്കാൻ കഴിയുന്ന ഒരാളും ഇല്ല. അത്രത്തോളം പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ ക്രിട്ടിക്കൽ ICUയിലായിരുന്ന സമയത്ത് പ്രിയപ്പെട്ടോ നേർന്ന നേർച്ചയാണ് ഇപ്രകാരം ഒരു കൺവെൻഷൻ യോഗം. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിനെ വിടുവിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിൽ വരുവാണെങ്കിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ചെയ്തതും കർത്താവിൻ്റെ നാമം ഉയർത്താനുള്ള ഒരു അവസരം ദൈവം ഞങ്ങളുടെ ഭവനമായിട്ട് ഒരുക്കുന്നു. അങ്ങനെയാണ് ഇപ്രകാരം ഒരു കൺവെൻഷൻ യോഗം ഞങ്ങൾ ക്രമീകരിച്ചത്. അപ്രകാരം അതുപോലെ തന്നെ എന്നെയും ദൈവം നടത്തി. കാരണം ഞാനും ഒരു വ്യക്തിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലും മുഖാമുഖം നോക്കിക്കൊണ്ട് നിൽക്കാൻ അത്രത്തോളം മനക്കരുത്തില്ലാത്തൊരു വ്യക്തിയാണ് ഞാനും. പക്ഷേ ഞാൻ ആ ഹോസ്പിറ്റലിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന അനേക വേദനകളുടെ ശുശ്രൂഷകൾ ഡോക്ടേഴ്സിനോടൊപ്പം കൂടെ നിന്നു. പൈതലിന് ആശ്വാസമായി പൈതലിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനായിട്ട് ദൈവം എന്നെ താങ്ങി, എന്നെ ധൈര്യപ്പെടുത്തി, എന്നെ നടത്തി.
അതുപോലെ കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ഞങ്ങളെ വഴി നടത്തി. കഷ്ടത നടുവിലും കൂടെ ഇരിക്കുന്ന കർത്താവിൻ്റെ കരം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിൽ വന്നു. ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്ന സമയത്തും ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു, കുഞ്ഞിനെ നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും മറ്റുള്ളവർ ആൾക്കാർ കൂടുന്ന സ്ഥലത്തൊന്നും കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടില്ല. രണ്ടാൾക്കാരിൽ കൂടുന്ന ഞങ്ങളുടെ ഭവനത്തിലായാലും കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാൾ, ആ ഒരു രീതിയിൽ കുഞ്ഞിനെ കെയർ ചെയ്ത് വേണം നോക്കാനായിട്ട്. കാരണം അവൾക്കൊരു ജലദോഷം പോലും വരാൻ പാടില്ല. അവൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, ന്യൂമോണിയ വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒരു കെയറിങ് കൊടുത്ത് കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഭവനത്തിലേക്ക് അയക്കുന്നത്. അന്ന് ഞങ്ങളുടെ ഭവനപ്പണിയൊക്കെ നടക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളുടെ ഭവനത്തിലില്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ കഴിയുന്നിടത്തോളമൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു. അതിനേക്കാൾ ഉപരി ഞങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ പൈതലിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു വന്നിട്ട് ഈ മാസം 5 മാസം ആകാൻ പോവുകയാണ്. ഇതുവരെ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു ദോഷവും കടന്നു വന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ജലദോഷം, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അവൾക്ക് ഒരുപാട് പ്രാവശ്യം, കാരണം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കൂടെ ഞങ്ങളുടെ ഭവനത്തിലുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് തവണ ജലദോഷവും, കുഞ്ഞിന് ജലദോഷം വരുന്ന സമയത്തൊക്കെ അവൾക്കും അങ്ങനെ വരും. ജലദോഷത്തിൻ്റെ പ്രയാസവും പനിയുടെ പ്രയാസമൊക്കെ ഒരുപാട് തവണ കടന്നു വന്നു. പക്ഷെ അതൊന്നും ന്യൂമോണിയ എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകാതോണം സർവശക്തനായ ദൈവം പൈതലിനെ കാത്തു പരിപാലിച്ചു. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു, വീട്ടിൽ വന്നാലും അവളുടെ ആ ഒരു പഴയൊരു ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. കാരണം അത്രത്തോളം ഡോസ് കൂടിയ മരുന്നുകളാണ് അവളുടെ ശരീരത്തിൽ കയറ്റിയത്. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞതിനേക്കാളൊക്കെ എത്രയും വേഗം പ്രിയ പൈതൽ അവളുടെ ശരീരത്തിൽ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. അവൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് നല്ലവണ്ണം ഓടി നടന്ന കുഞ്ഞായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് അവൾ നടക്കില്ല, നടന്നു കഴിഞ്ഞാൽ അവൾ വീഴും, ആ ഒരവസ്ഥയിലായിരുന്നു. എന്നാലും 2 ആഴ്ചയ്ക്കകത്ത് അവൾ പഴയതുപോലെ അല്ല എങ്കിലും അവൾ വീഴാതോണം നടക്കാനുള്ള ആരോഗ്യത്തിലോട്ടൊക്കെ എത്തി. അതിനുശേഷം ഞങ്ങൾ വിശ്വാസത്തോടെ ഭയമില്ലാതെ ഞങ്ങൾ പൈതലിനെ ആലയത്തിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറൊരിടത്ത് ഞങ്ങൾ കൊണ്ടുപോകാറില്ല. കുഞ്ഞിനെ ആലയത്തിൽ മാത്രമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഇതുവരെയും കഴിഞ്ഞ ഞായറാഴ്ച വരെയും എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ കുഞ്ഞിനെ വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ ഞങ്ങൾ ആലയത്തിൽ കൊണ്ടുവന്നു. ആലയത്തിൽ കൊണ്ടുവന്നത് കൊണ്ടോ ഞങ്ങൾക്ക് ഒരു ദോഷവും വന്നില്ല കുഞ്ഞിന്. കാരണം ഞങ്ങൾക്ക് ആലയത്തിൽ കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. കാരണം ദൈവമക്കളുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും വിലയാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ. അതുകൊണ്ട് ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാതിരിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ഞങ്ങൾ ധൈര്യത്തോടെ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും കൊണ്ടുവന്നു. ദൈവം പൈതലിനെ എത്രത്തോളം നടത്തി. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞ് ഇത്രത്തോളം വിടുതലിലേക്ക് വന്ന കാരണം ഏറ്റവും ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അനേക ദൈവമക്കൾ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള എനിക്ക് ഏറ്റവും സന്തോഷം അഭിമാനമുള്ളത് ഞങ്ങളുടെ സഭയാണ്. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലായ ആ ദിവസം തൊട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു വരുന്ന ആ ദിവസം വരെ ഞങ്ങളുടെ സഭയിൽ ഞായറാഴ്ചത്തെ സഭാരാധന ഒഴികെയുള്ള എല്ലാ ആരാധനകളും മാറ്റിവെച്ച് ആ ആരാധനകളൊക്കെയും പ്രാർത്ഥനായോഗങ്ങളായിട്ട് ക്രമീകരിച്ച് ഞങ്ങളുടെ സഭയിലെ എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയം മാത്രം ദൈവസന്നിധിയിൽ വെച്ച് ദൈവമക്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ര ദൈവമക്കൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഓരോ വ്യക്തികളും അവർ സ്വന്തം വീട്ടിലെ കുഞ്ഞായിട്ട് കണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിച്ച് അത്രത്തോളം ആത്മാർത്ഥതയോടെ ദൈവമക്കൾ കരഞ്ഞ് കണ്ണുനീര് പ്രാർത്ഥിച്ചു. ദൈവദാസന് കുടുംബം അപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രകാരം ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവസഭയുടെയും കണ്ണുനീരിൻ്റെ വിലയാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ. ഈ അവസരത്തിൽ ഞങ്ങൾ ദൈവദാസനോടും ദൈവസഭയോടും ദൈവസഭയിൽ ഓരോ ദൈവമക്കളോടുള്ള അവസരം ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ പ്രാർത്ഥന ഒരിക്കലും ഞങ്ങളുടെ സഭയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഞങ്ങളുടെ സെക്ഷന് കീഴിലുള്ള എല്ലാ സഭകളിലും പ്രിയ ദൈവദാസൻ മെസ്സേജ് പാസ് ചെയ്തു. അങ്ങനെ അനേക ദൈവദാസന്മാർ കുടുംബങ്ങളായിട്ട് സഭകളായിട്ട് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ സഭകളെയും കുടുംബങ്ങളെയും ദൈവദാസന്മാരും കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ അവർക്കും നന്ദി ഓർപ്പിക്കുന്നു. അതുപോലെ ഞാൻ ആരാധിച്ചു തന്ന എൻ്റെ മാതൃസഭയായ IPC കോലുള്ള സഭ, അവിടുത്തെ 2 ദൈവദാസന്മാർ അവർ സഭയും ദൈവമക്കളും ആത്മാർത്ഥമായി കൈകോർത്ത് പിടിച്ച് എല്ലാ ആരാധനകളും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എളിയ സഭയെ ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ എളിയ സഭയ്ക്കുള്ള നന്ദി ഓർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സമീപത്തുള്ള സഭകൾ പ്രിയ പൂവത്തൂർ IPC സഭ, പ്രിയ ഷെല്ലി പാസ്റ്ററിൻ്റെ സഭ, പ്രിയ ദേവദാസൻ കുടുംബമായിട്ടും സഭയായിട്ടും ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ആ സഭയെ ഓർത്തും ദൈവദാസനെ ഓർത്തും കുടുംബത്തെ ഓർത്തും ഞാൻ ഈ അവസരത്തിൽ നന്ദി ഓർപ്പിക്കുന്നു. അതുപോലെ പൂവത്തൂരിലെ AG സഭാംഗമായിരുന്ന പ്രിയ ബിബിൻ പാസ്റ്റർ കുടുംബം അവർ ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ ഭാഗത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രിയ ഷിനു പാസ്റ്റർ പ്രിയ ദൈവദാസനും ദിവസങ്ങളോളം ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അനേകരെ ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ വിഷയം അറിയുന്ന അനേക ദൈവമക്കൾ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി
കണ്ണുനീരൊഴുക്കി. അങ്ങനെ അനേക ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നും ഈ ഒരു യോഗത്തിലും ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾക്കായിരിക്കാൻ കഴിയുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്, കർത്താവ് ഞങ്ങൾക്ക് തന്ന ഭാഗ്യമാണ്. അത് കർത്താവ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. കാരണം ഞങ്ങൾ പാറശാല ഹോസ്പിറ്റലായിരുന്ന സമയത്ത് മറ്റൊരു എസ്റ്റേറ്റിൽ കൊണ്ടുപോകരുതേ എന്ന്, അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. ഞങ്ങളെ കുറച്ചുകൂടെ കഷ്ടതയുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അവിടെ നിന്ന് ദൈവം ഞങ്ങളെ കൈനീട്ടി പിടിച്ചു വഴി നടത്തി. കാരണം ഞങ്ങൾ അപ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. കർത്താവിൻ്റെ ഉദ്ദേശം ദൈവം ഞങ്ങളെ വഴി നടത്തി. കാരണം SIT ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശ്വാസത്തിൻ്റെ വില അത് ഞങ്ങൾ പഠിച്ചു. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ഓടിക്കൂടേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പഠിച്ചു. അതുപോലെ തന്നെ കർത്താവ് കഷ്ടതയുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് ഞങ്ങൾ ഈ ഒരു കഷ്ടതയിൽ നിന്ന് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠം, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം, ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഇനിയും നമുക്ക് രോഗം, കഷ്ടത, ബുദ്ധിമുട്ട് അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. എങ്കിലും അതിലൊക്കെ നടുവിൽ അതിൻ്റെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വൈതലനായിരിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദന, അതിനുള്ള വിജയം ഉണ്ടാകുമെന്ന് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ ഞങ്ങളെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. തുടർന്ന് ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആയുസ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നയിച്ച് പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പതിനാല് ആയുസ്സോടെ ആരോഗ്യത്തോടെ കാത്തു പരിപാലിപ്പാനും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന 2 കുഞ്ഞുങ്ങളും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പോരാടുന്ന ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്ത കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നോളുന്നു.